അതിനിടയിലാണ് ഒറ്റ സംഘർഷം ഒരിടത്തുണ്ടായത്. ആറ്റിങ്ങൽ ചാത്തമ്പാറയിലാണ് ആ സംഘർഷം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആറ്റിങ്ങൽ ചാത്തമ്പാറയിൽ UDF ജില്ലാ ഡിവിഷൻ മണമ്പൂർ സ്ഥാനത്ത് നബീൽ കലമ്പരത്തിന്റെ പ്രചരണ വാഹനം തടഞ്ഞതാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രചരണ വാഹനം തടഞ്ഞുവെന്നാണ് പരാതി. അതിൽ 4 UDF പ്രവർത്തകർക്കും 1 UDF പ്രവർത്തകനും പരിക്കേൽക്കുക പോലും ചെയ്തു. ശ്രീത്ത് വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീത്ത്, കേവലം കശപിശ എന്നതിനപ്പുറം പ്രവർത്തകന്മാർക്ക് പരിക്കേൽക്കണമെങ്കിൽ അതൊരു സംഘർഷമായിരുന്നു അല്ലേ? ഹാഷ്മി, സാമാന്യം ഭേദപ്പെട്ട സംഘർഷമാണ് ആറ്റിങ്ങൽ ചാത്തമ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ആറ്റിങ്ങൽ ചാത്തമ്പാറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നബീൽ കലമ്പരത്തിന്റെ പ്രചരണ വാഹനം കടന്നു വരുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പ്രചരണ വാഹനം തടഞ്ഞു എന്ന പരാതിയാണ് വാക്കേറ്റത്തിലും സംഘർഷത്തിലും കലാശിച്ചത്. പ്രവർത്തകർ തമ്മിലുള്ള ഉന്തും തള്ളിലും അടിപിടിയിലും അവിടെ 4 UDF പ്രവർത്തകർക്കും 1 LDF പ്രവർത്തകരും പരിക്കേറ്റു. പരിക്കേറ്റവരുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ആറ്റിങ്ങൽ ഈ ചാത്തമ്പാറ ഡിവിഷനിൽ വാഹനം തടഞ്ഞുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതകളും മറ്റും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇടപെട്ട ഈ സംഘർഷം അവസാനിപ്പിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ അടുത്ത് തന്നെയുള്ള മറ്റൊരു നിയോജക മണ്ഡലമായ വർക്കലയിൽ അവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ കൊട്ടിക്കലാശം 5:30 അവസാനിപ്പിച്ചു. കാരണം അവിടെ സംഘർഷത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് പോലീസ് ഇടപെടുകയായിരുന്നു. അങ്ങനെയാണ് പാർട്ടി നേതാക്കന്മാരുമായി മുന്നണി നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു 2:30-3 മണിക്ക് തുടങ്ങിയതാണ് പരസ്യ പ്രചരണം. ഒരു കുഴപ്പവും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും നൃത്തം തിരിച്ചും പരസ്പരം രാഷ്ട്രീയ ഭേദമന്യേ ഹസ്താനം ചെയ്തുമൊക്കെ വളരെ ജനാധിപത്യപരമായ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആറ്റിങ്ങലിൽ പെരുദോഷം കേൾപ്പിച്ചത്. ആറ്റിങ്ങലിൽ UDF ജില്ലാ ഡിവിഷൻ മണമ്പൂർ സ്ഥാനത്ത് നബീൽ കലമ്പരത്തിന്റെ പ്രചരണ വാഹനം തടഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവെന്നാണ് പരാതി. അടിയുണ്ടായി. 4 UDF പ്രവർത്തകർക്കും 1 LDF പ്രവർത്തകനും പരിക്കുണ്ട്. ഒരു കശപിച്ച സാമാന്യം ഭേദപ്പെട്ട ഒരു സംഘർഷം പരസ്യ പ്രചരണത്തിന് അവസാന മിനിറ്റിൽ ആറ്റിങ്ങലുണ്ടായി. 5 മിനിറ്റ് only 5 minutes മാത്രമേ ഉള്ളൂ. ഇനി 5 മിനിറ്റ് മാത്രമേ ആ പരസ്യ പ്രചരണം പൂർത്തിയായി ആവേശം കൊട്ടിയിറങ്ങാൻ ബാക്കിയുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 3 ആഴ്ചയുടെ ആവേശം 5 മിനിറ്റിലേക്ക് ചുരുക്കപ്പെടുകയാണ്. അതിന്റെ ആവേശം മുന്നണികളുടെ ശക്തി പ്രകടനങ്ങളിൽ പ്രകടവുമാണ്. കറുകപ്പള്ളിയിൽ ലാൽകൃഷ്ണനുണ്ട്. ലാൽ, എന്താണ് അവസാന 5 മിനിറ്റിൽ കറുകപ്പള്ളിയുടെ കാഴ്ച? കറുകപ്പള്ളിയിൽ കലാശം കളറായി തന്നെ മുമ്പോട്ട് പോവുകയാണ് ഹാഷ്മി. സാധാരണഗതിയിൽ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ഏറ്റവും കളറായിട്ട് എറണാകുളം നഗരത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരിടം എന്ന് പറയുന്നത് കറുകപ്പള്ളി ജംഗ്ഷൻ തന്നെയാണ്. ഇത് 2-3 കൊച്ചിൻ കോർപ്പറേഷൻ 2-3 ഡിവിഷനുകൾ ലയിക്കുന്ന ഇടമാണ്. പ്രത്യേകിച്ച് 20-ാം ഡിവിഷൻ, 17-ാം ഡിവിഷൻ അങ്ങനെയുള്ള ഡിവിഷനുകൾ തമ്മിൽ ചേരുന്ന ഒരു സംഗമ ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഗമ ഭൂമി അല്ലെങ്കിൽ കലാശത്തിൻ്റെ ആരവം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന ഒരിടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു 5 മിനിറ്റുകൾക്ക് മുമ്പ് UDFിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ആ കലാശപ്പോരിൻ്റെ അല്ലെങ്കിൽ കലാശക്കൊട്ടിൻ്റെ ആഘോഷം എല്ലാം അല്പസമയങ്ങൾക്ക് മുമ്പ് അവർ അവസാനിപ്പിച്ച തിരികെ പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ LDF ഇപ്പോഴും ആ ആവേശം ഒട്ടും ചോർത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഉണ്ടായിരുന്ന ആവേശം അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അവസാന നിമിഷത്തിൽ ഒരു DJ മൂഡിലേക്കാണ് സത്യത്തിൽ ഈ പ്രദേശത്തെ മൊത്തത്തിൽ മാറ്റിയെടുത്തിരിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. അത്രത്തോളം ആവേശം മറതല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നാണെങ്കിലും അവസാന മണിക്കൂറിൽ ഈ കലാശപ്പോര് നടക്കുമ്പോൾ അതിന് തൊട്ട് പിന്നിൽ ഇലക്ഷൻ ഒബ്സർവറുടെ വണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും അവസാന നിമിഷങ്ങളിൽ സ്ഥാനാർത്ഥി അടക്കം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തിയാണ് കലാശപ്പോരിന് ആവേശം നിറയ്ക്കുന്ന കാഴ്ച ഇവിടെ സമ്മാനിച്ചിട്ട് പോയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലും വീടുകൾ കയറുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയത്. 5 മണിക്ക് ശേഷമാണ് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ ഇറങ്ങി ഈ ജംഗ്ഷനിലേക്ക് എത്തുകയും ഇതിന്റെ ആവേശങ്ങളിലേക്ക് കടക്കാനുമുള്ള തിടുക്കം കാണിച്ചത്. എന്താണെങ്കിലും ആ നിമിഷങ്ങൾക്ക് ഇപ്പോൾ നാടും നഗരവും സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ അത് 5:57 ആയിരിക്കുന്നു. ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കി. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും കൊട്ടിക്കയറി ഇറങ്ങാനുള്ള മൂഡിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു 3 മണിക്ക് തുടങ്ങിയതാണ്. 3 മണി, 4 മണി, 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അതിങ്ങനെ അങ്ങനെ പരകോടിയിലേക്ക് പരമാവധിയിലേക്ക് കൊട്ടിക്കയറി ഇനിയിപ്പോൾ 3 മിനിറ്റിൽ നിശബ്ദമാകും. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണം, മറ്റന്നാൾ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചകൾ ഗ്രൗണ്ടിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും, എല്ലാ പാർട്ടികളുടെയും എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. മത്സരിക്കുന്ന എല്ലാ പാർട്ടികളുടെയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.